അപ്പൊ മോശ കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ മോശ വിജയിച്ചു, ഇസ്രായേൽ വിജയിച്ചു. മോശയുടെ കൈ തളർന്നു പോയപ്പോൾ അവലേക്ക് വിജയിച്ചു, അതായത് ഇസ്രായേൽ പരാജയപ്പെട്ടു. അപ്പോ ദൈവം ആണ് മോശയെ നയിക്കുന്നതെങ്കിലും ആ നയിക്കലിൽ തന്നെ ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യം, എൻ്റെ ശക്തി നിന്നിലൂടെ ഒഴിയാൻ മാത്രമേ എനിക്ക് നിന്നെ നയിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? ഇപ്പൊ മൊബൈൽ ഫോൺ ഉണ്ട്, അതിലൊരു സിം കാർഡ് ഉണ്ട്. ഈ സിം കാർഡ് നമ്മളെടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ അതിൽ കണക്ഷൻ കിട്ടുമോ? അത് ഓഫ് ചെയ്തിട്ടാണെങ്കിൽ കണക്ഷൻ കിട്ടുമോ? ഈ സിം കാർഡിലൂടെ നമ്മൾ എവിടെ പോയാലും നമ്മളുമായിട്ടൊരു കണക്ടിവിറ്റിയിലാണ്. എന്ന പോലെ ദൈവം നമ്മളുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി പ്രാർത്ഥനയിലൂടെയാണ്. സിം കാർഡ് നമ്മുടെ ആത്മാവാണ്. നമ്മുടെ ആത്മാവ് ദൈവവുമായിട്ട് ഒരു കോൺസ്റ്റന്റ് കണക്ടിവിറ്റിയിലാണ്. ആ കണക്ടിവിറ്റിയിൽ എത്ര പവർ ഒഴുകണം എന്നത് അവിടുത്തെ അന്ധകാരത്തെ തുരത്താൻ. ഒരു സാഹചര്യത്തിൽ ഒരു ഡാർക്ക്നെസ് ഉണ്ട്, ആ ഡാർക്ക്നെസ്സിനെ അകറ്റുന്നതിന് എത്ര ശക്തി വേണം എന്നുള്ളതും നമ്മൾ കണക്കാക്കണം. അതുപോലെ ഒരു ശക്തി ഒഴുകിയാലേ അവിടെ പ്രാർത്ഥന ജയിക്കുള്ളൂ, യുദ്ധത്തിൽ ജയിക്കുകയുള്ളൂ. അപ്പോൾ വ്യത്യസ്തമായ ശുശ്രൂഷകൾക്ക് വ്യത്യസ്തമായ പ്രാർത്ഥനാ ശക്തി ആവശ്യമുണ്ട്. ഇപ്പൊ ചിലവര് പറയും, എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നമുണ്ടാ, എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് ഇങ്ങനെയെങ്കിലും, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയും. എന്നിട്ട് നമ്മൾ എന്തോരം പ്രാർത്ഥിക്കും പറഞ്ഞു, നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ കൊന്ത ചെല്ലുമ്പോൾ ഒരു രഹസ്യം വേണമെങ്കിൽ അതിനുവേണ്ടി ചെയ്യും, ഇല്ലേ? ഇതിൽ കൂടുതൽ നമ്മൾ ചെയ്യുന്ന പ്രതീക്ഷിക്കണ്ട. പക്ഷേ ഈ ഒരു രഹസ്യം കൊണ്ട് ആ മല മാറുമോ? അപ്പൊ അവിടുത്തെ പ്രശ്നം എന്താണ്? ആ ഡാർക്ക്നെസ്സിന്റെ വോള്യൂം എന്താണ്? അവിടുത്തെ ആ ഡാർക്ക്നെസ്സിനെ തുരത്തുന്നതിന്, ആ അന്ധകാരത്തിനെ തുരത്തുന്നതിന് ആവശ്യമായ സ്പിരിച്വൽ പവർ എത്രത്തോളം വേണമെന്ന് മനസ്സിലാക്കും. അപ്പൊ മോശ മലമുകളിൽ കയറി കരമുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജയിച്ചു. മോശയുടെ കൈ തളർന്നപ്പോൾ ഇതാ രണ്ട് സഹായികൾ വന്ന് കൈ ഉയർത്തിപ്പിടിക്കുന്നു. അവിടെയും മോശയുടെ ആ വിശ്വാസവും മോശയുടെ അഭിഷേകവും മോശയുടെ ആ ദൗത്യബോധവും മോശയുടെ ആ റെസ്പോൺസിബിലിറ്റിയും ആവശ്യമുണ്ട് അവിടെ. അപ്പൊ നമ്മളെല്ലാവരും പോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമായോ? പോപ്പ് തന്നെത്താനിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ എന്ന മാതിരി പ്രാർത്ഥനയുടെ വേറൊരു ഡയമെൻഷൻ മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും അവിടെ മോശ എന്നിട്ട് അതിന് വലിയൊരു പേരിട്ടു. എന്താണ് ആ സ്ഥലത്തിന് മോശ പേരിട്ടത്? യാഹ്വേ നിസ്സി. യാഹ്വേ നിസ്സി എന്നാൽ അർത്ഥം എന്താണ്? കർത്താവിന്റെ പതാക കയ്യിലെടുക്കുവിൻ. കർത്താവിന്റെ പതാക കയ്യിലെടുക്കുവിൻ. അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചുകൂടി ആഗ്രഹിച്ചു വന്നത്. എന്താ അതിന്റെ അർത്ഥം? കർത്താവിന്റെ പതാക കയ്യിലെടുക്കുവിൻ എന്ന് പറയുകയും അതിന് മറ്റൊന്ന് കർത്താവാണ് ഞങ്ങളുടെ പതാക, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അല്ലേ? എന്താ അവിടെ താഴെ എഴുതിയിരിക്കുന്നത്? ഫുട് നോട്ടിൽ നോക്കി. കർത്താവ് എന്റെ പതാക എന്ന് പറഞ്ഞ എല്ലാവരും കർത്താവ് എന്റെ പതാക. അപ്പൊ ഇത് മനസ്സിലാക്കുന്നത് ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പൊ അന്നത്തെ കാലത്തെല്ലാം യുദ്ധം ചെയ്തിരുന്നപ്പോ, യുദ്ധം എന്ന് പറഞ്ഞാൽ മുന്നിട്ട് ഒരു രാജ്യം യുദ്ധം ചെയ്യാൻ ഡിക്ലെയർ ആയി കഴിഞ്ഞാൽ ആദ്യം മുന്നിൽ പോകുന്നത് എന്താ? ആരാ? ഫ്ലാഗ് ബെയറർ, പതാക കൊണ്ടുപോകുന്ന ആളാണ്. ആരുടെ പതാകയായിരിക്കും അപ്പൊ കൊണ്ടുപോകുന്നത്? ആ രാജ്യത്തിന്റെ പതാക. പക്ഷേ ഇവിടെ മോശ ഒരു പുതിയ തത്വം ഉണ്ടാക്കുകയാണ്.
ഇവിടെ രാജ്യത്തിന്റെ പതാകയല്ല കൊണ്ടുപോകുന്നത്. ആരുടെ പതാക കൊണ്ടുപോകുന്നത്? കർത്താവിന്റെ പതാകയാണ് കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഏറ്റവും ആദ്യം യുദ്ധത്തിന്റെ മുന്നിട്ട് നിൽക്കേണ്ടത് എന്തായിരിക്കണം? കർത്താവിന്റെ പതാക. കർത്താവാണ് ഞങ്ങളുടെ പതാക. ഇപ്പോ ഇതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ കാണേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ പെരുന്നാളിന് കൊടികയറുന്നു? എന്താ കൊടികയറ്റം? കൊടികയറണം. 21, 31 കതിര വെടി വെക്കണം അല്ലേ? എന്തിനാ ഈ കതിര വെടി വെക്കുന്നത്? എന്തിനാ ഈ കൊടി കയറുന്നത്? അത് ഈ അർത്ഥത്തിലാണ് ചിന്തിക്കേണ്ടത്. കൊടി കയറുന്നതിന്റെ അർത്ഥം കർത്താവാണ് ഞങ്ങളുടെ പതാക. യുദ്ധം വിജയിച്ചിരിക്കുന്നു. അതിന്റെ ആഘോഷമായ വെടിപൊട്ടിക്കലാണ് ഈ കതിര പൊട്ടിക്കൽ. കർത്താവ് യുദ്ധം വിജയിച്ചിരിക്കുന്നു. കർത്താവാണ് ഞങ്ങളുടെ പതാക. കർത്താവിന്റെ ശക്തി മുന്നിട്ട് നിൽക്കുന്നു. അപ്പൊ എല്ലാ പെരുന്നാളുകൾക്കും കൊടികയറുന്നതും കതിര പൊട്ടിക്കുന്നതിന്റെയും അർത്ഥം ഈ പതാകയെ ചൊല്ലിയിട്ടാണ്. കർത്താവാണ് ഞങ്ങളുടെ പതാക. അതായത് എന്ത് പ്രസ്ഥാനത്തിനും ഒരു കൊടികയറ്റം കണ്ടോ? കൺവെൻഷനെ കൊടിയേറിയിരിക്കണോ? ആ കൊടി ഉയർത്താൻ ബിഷപ്പിനെല്ലാം വിളിച്ചിട്ട് ബുദ്ധിമുട്ടി അവരെല്ലാവരും കൂടി കൊടികയറ്റി. അത് കഴിഞ്ഞ് അവർ പോയി. എന്തിനാ കൊടികയറിയത്? ഈ കൊടികയറ്റത്തിന് അർത്ഥം എന്താണ്? ഈ കതിരവടി പൊട്ടിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഇതെല്ലാത്തിനും അർത്ഥം ഉള്ളത് ദൈവത്തിന്റെ രാജ്യം എല്ലാ അന്ധകാര രാജ്യത്തിനെയും വിജയിക്കുന്ന വിജയമാണ്. അതിന്റെ ആ വിജയമാണ് ഈ പതാകയും ആ വെടിപൊട്ടിക്കലും. എന്ന് വിചാരിച്ചുകൊണ്ട് കാശില്ലാത്ത സമയത്ത് വെടിയൊന്നും പൊട്ടിക്കലില്ല. അപ്പൊ അതിന്റെ ആ അർത്ഥം മനസ്സിലാക്കി. അപ്പൊ മോശയുടെ പ്രാർത്ഥനാ രീതികളും ഒരു മോഡലാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥനാ വീരനാണ് ഡാനിയൽ. ഡാനിയലിന്റെ പ്രാർത്ഥന ഭയങ്കര ഡിസിപ്ലിനാണ്. 3 നേരം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കും. എന്ത് ബഹളം ആരുണ്ടാക്കിയ. അവസാനം അദ്ദേഹത്തിന്റെ ശത്രുക്കൾ മനസ്സിലാക്കി ഇയാളുടെ വിജയത്തിന്റെ കാരണം ഇയാൾ 3 നേരം പ്രാർത്ഥിക്കുന്നത്. അത് നിർത്തിക്കുകയാണെങ്കിൽ നമുക്കിവരെ വെട്ടിക്കാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രാർത്ഥനയുടെ അത്രയ്ക്ക് വലിയ ശക്തിയാണ്. അങ്ങനെ അവര് ഒരു വ്യാജമായ അല്ലെങ്കിൽ ഒരു കപടമായ രാജാവിനെ പറ്റിച്ചൊരു നിയമം ഉണ്ടാക്കി. രാജാവ് ഇത്രയും വലിയ രാജാവായിരുന്നിട്ടും അതിൻ്റെ ഇടയിലുണ്ടായിരുന്ന ചതി മനസ്സിലാക്കിയില്ല. രാജാവ് നിയമത്തിൽ സീല് വെച്ചു. സീല് വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത് തന്നെ അവർ ഈ നിയമം ലംഘിച്ച ആളെ പിടിച്ചുകൊണ്ടു. കണ്ടോ? രാജാവേ, അങ്ങയെ മാത്രമേ ദൈവമായിട്ട് ആരാധിക്കാവൂ. രാജാവിന് അത് കേട്ടോണ്ട് സന്തോഷം. മറ്റാരോടെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരെ സിംഹക്കുഴിയിൽ എറിയണം. എന്തോ ഒരു കഠിനമായ നിയമം. വിളിച്ചു കൊണ്ടുവന്നേക്കുന്നത് ആരാ? തൻ്റെ ഏറ്റവും വലിയ സുഹൃത്തും തൻ്റെ ഏറ്റവും വിശ്വസ്തനുമായ ഡാനിയേലിനെ. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത്, എടാ കെടിയിലാക്കിയല്ലോ. എനിവേ, ദൈവം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല. ഡാനിയേലിന് ഒരു കൂസലുമില്ല. ഇതൊക്കെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. നിയമത്തിൽ നിന്ന് രാജാവിന് മാറാൻ പറ്റില്ല. കാരണം പാർട്ടിയക്കാരുടെയും നിയമം അനുസരിച്ച് രാജാവിന് അതിന് പിൻവാങ്ങാൻ പറ്റാത്ത നിയമമാണ്. അപ്പോ മുതല് രാജാവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് രാത്രി ഇതാ ഡാനിയേലിനെ സിംഹക്കുഴിയിൽ വലിച്ചെറിയുമ്പോൾ രാജാവ് വളരെയധികം ദുഃഖിച്ച് ഉപവസിച്ച് ഭക്ഷണവും അന്നത്തെ
രാത്രി മുഴുവനും രാജാവും പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് രാജാവ് രാവിലെ തന്നെ സിംഹക്കുഴിയുടെ അടുത്ത് വന്നിട്ട് വിളിച്ചു പറയുകയാണ്, ഡാനിയേൽ, നീ നിരന്തരം ആരാധിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കാൻ സമർത്ഥനായിരുന്നോ? അങ്ങനെയല്ലേ ഒന്ന് വായിച്ചത്? നീ ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നു. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ വാക്കായിട്ട് എടുക്കണം. അപ്പോൾ ഉടനെ അവിടെ നിന്ന് യെസ് ലോർഡ്, അത് കേട്ടപ്പോഴേ രാജാവിന് സന്തോഷമായി. എന്ത് സംഭവിച്ചു? ഡാനിയേൽ സിംഹക്കുഴി. അപ്പൊ എന്തുകൊണ്ടാണ് ഡാനിയേൽ സിംഹക്കുഴിയിൽ ചെന്നപ്പോ സിംഹങ്ങളെല്ലാം ഡാനിയേലിനെ കണ്ട് ഭയന്ന് വിറച്ച് മാറി നിൽക്കുന്നു? എന്തുകൊണ്ടാണ്? ഡാനിയേൽ ഈ 3 നേരം പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ട്. ഡാനിയേൽ 3 നേരം പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ട് തന്നെ സകല സിംഹങ്ങളുടെയും വായടയ്ക്കുന്ന ശക്തി ഡാനിയേലിൽ ഒഴുകിയിരുന്നു. ഡാനിയേലിന്റെ പ്രാർത്ഥനയിലൂടെ സകല സിംഹങ്ങളുടെയും വായടയ്ക്കുക മാത്രമല്ല, രാജാവ് വരെയും ദൈവത്തിന്റെ അത്ഭുത ശക്തിയെ കണ്ടു. അതിനുശേഷം രാജാവ് ഒരു ഉത്തരവിടുകയാണ്, ഇന്നു മുതൽ എന്റെ രാജ്യത്തുള്ള സകലരും ഡാനിയേൽ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നമ്മുടെ ചില സാഹചര്യങ്ങളിലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ചില സാഹചര്യങ്ങൾ എല്ലായിടത്തും പ്രശ്നം, എല്ലായിടത്തും സിംഹങ്ങളുടെ വായി ബാവു 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 എന്നുള്ള പ്രശ്നം ഉണ്ടാവും, ഇല്ലേ? അപ്പൊ നമ്മളും അവർക്കെതിരെ ബാവു ബാവു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡാനിയേൽ പ്രാർത്ഥിച്ച മാതിരി 3 നേരം പ്രാർത്ഥിച്ചപ്പോ സിംഹങ്ങളുടെ എല്ലാം വായടങ്ങി. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് സിംഹങ്ങളും അതിനെതിർ ശക്തികളും എല്ലാം അപ്പോൾ നമുക്ക് എതിരാവും. കാരണം ഇതൊരു യുദ്ധമാണ്, ഒരു ആത്മീയ യുദ്ധമാണ്. നമ്മൾ എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്കെതിരെ വൻ ശക്തികളുണ്ടാവും. അത് കണ്ടിട്ട് നമ്മൾ തളരുകയാണെങ്കിൽ നമുക്ക് യാതൊരു കഴിവില്ല, നമുക്ക് ശക്തിയില്ല. ഒപ്പോസിഷൻ, പെർസിക്യൂഷൻ, ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞ് ഒപ്പോസിഷൻ, പെർസിക്യൂഷൻ, ഒബ്ജക്ഷൻ, ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശുശ്രൂഷ ദൈവത്തിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നോക്കി, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ, യേശുവിന്റെ തന്നെ ജീവിതത്തിൽ യേശു വചനം പ്രഘോഷിക്കാൻ തുടങ്ങി, ഉടനെ കല്ലേറും ബഹളവും. അപ്പൊ നമ്മൾ എവിടെ വചനം പ്രഘോഷിക്കാൻ ആരംഭിക്കുമ്പോഴും എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യാൻ ആരംഭിക്കുമ്പോഴും പ്രശ്നങ്ങളുണ്ടാകും. അതിനെ പ്രാർത്ഥനയിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ചില പ്രാർത്ഥനാ രീതികളാണ് മോശയുടെ പ്രാർത്ഥനാ രീതി, ഡാനിയേലിന്റെ പ്രാർത്ഥനാ രീതി, എലിയായുടെ പ്രാർത്ഥനാ രീതി, എസ്തറിന്റെ പ്രാർത്ഥനാ രീതി, ജൂഡിത്തിന്റെ പ്രാർത്ഥനാ രീതി. ജൂഡിത്ത് ഒരു പെൺകുട്ടി എന്താ അവൾ ചെയ്തത്? ദൈവത്തിന് ഒരു ആർമി ഒന്നും വേണ്ട, ഒരേ ഒരാൾ മതി യുദ്ധം ജയിക്കാൻ. ഇന്ന് പലപ്പോഴും നമുക്ക് ഉള്ള ഒരു പ്രയാസം ഇതാണ്, അല്ലെങ്കിൽ ഒരു പേടി. അയ്യോ, മുസ്ലിങ്ങൾ ധാരാളം ഔട്ട് നമ്പർ ആയിക്കൊണ്ടിരിക്കുന്നു, ക്രിസ്ത്യാനികളെക്കാളും അവർ കൂടുതലായിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്പിലെ വിശ്വാസം തകർന്നുകൊണ്ടിരിക്കുന്നു, അവിടെ വിശ്വാസം തകർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം പോകും, ഒന്നും പോകാൻ പോണില്ല. കർത്താവിന് ഒരു 10,000 ആൾക്കാരൊന്നും വേണ്ട. കർത്താവിന് ജൂഡിത്തിനെ പോലെ, മദർ തെരേസയെ പോലെ, കൊച്ചു തെരേസയെ പോലെ ഒരാൾ മതി യുദ്ധം ജയിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകേണ്ട വീര്യം. We are not to be counted in numbers but on the quality. നമ്മൾ ഓരോരുത്തരിലും ആ ദൈവത്തിന്റെ ജ്ഞാനവും ശക്തിയും നിറയുകയും ദൈവത്തെ ശ്രമിച്ചുകൊണ്ട് മുന്നേറുക. ഗോ. അവിടെ ദൈവം നമ്മുടെ കരങ്ങളിലൂടെ നടത്തുകയല്ല. ഇത് വലിയ കാര്യമില്ലേ? ജ്ഞാനമല്ലേ അവിടെ പ്രവർത്തിച്ചത്? ജൂഡിത്തിനോട് കർത്താവ് പറഞ്ഞു, നീ ഇന്നമായി ചെയ്യുക.
കണ്ട ജൂഡിത്ത് അവിടെ മറ്റോ ഇസ്രായേൽക്കാർ മുഴുവൻ ഹോളോഫെർണസിനെ കണ്ട് പേടിച്ച് ഭയന്ന് വിറച്ചിരിക്കുമ്പോ ഈ പെൺകിടാവ് അവിടെ ചെന്ന് രാത്രിക്ക് രാത്രി ഹോളോഫെർണസിന്റെ തല കൊട്ടയിലാക്കിക്കൊണ്ട് വന്നു. ഇതാണ് ദൈവരാജ്യത്തിന്റെ യുദ്ധമുറ. ഇങ്ങനെയുള്ള എത്ര സ്ത്രീകളാണ് സുവിശേഷത്തിൽ ബൈബിളിലുള്ളത്? എസ്തർ, ഈ എസ്തറും ജൂഡിത്തും അതുപോലെ റൂത്ത്, ഇങ്ങനെയുള്ള നിരവധി സ്ത്രീകൾ ദൈവത്തിന്റെ പ്രാർത്ഥനയുടെയും ദൈവത്തിൽ പ്രാർത്ഥിച്ച് ജ്ഞാനത്തിലൂടെ കാര്യം സാധിക്കുന്നവർ കണ്ടു. Praise the Lord. അപ്പോ ഇനിയും നമ്മൾ കണ്ടുപിടിക്കാത്തത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഇനിയും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വ്യത്യസ്തമായ പ്രാർത്ഥനയുടെ വ്യത്യസ്തമായ ശക്തി. ഏതാണ്ട് 1 വർഷം മുമ്പ് ഒരു പുതിയ പ്രാർത്ഥനാ രീതിയുടെ വെളിപ്പെടുത്തൽ എനിക്ക് കിട്ടി. ഞാനിങ്ങനെ ഒരു ചാപ്പലിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ വെച്ചാണ്. അന്ന് മുഴുവനും ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഫുൾ ഡേ ഈശോയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ. എൻ്റെ കൂടെ 1-2 സഹോദരിമാരും എല്ലാം ഉണ്ട്. അവിടുത്തെ ഒരു പാരീഷിൽ ഒരു മലയാളി അച്ഛൻ്റെ ചാപ്പലാണ്. അപ്പോൾ അച്ഛൻ വിളിച്ചാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛനൊന്ന് കുർബാന എഴുതുന്നത്